അബ്ലേറ്റ് ഇഫക്റ്റ് അല്ലേ, അതിനെപ്പറ്റി അതിന് ചെറിയൊരു മിസ്റ്റേക്ക്, ഒരു സ്ട്രക്ചർ വരച്ചില്ല ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു, പിന്നെ നോട്ട് ചെയ്തത്. നമ്മൾ ഇന്നലെ വരച്ച ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മയുണ്ടല്ലോ. തയോൾ ആൽക്കൈലേഷൻ വിത്ത് അല്ലേ, ഇൻ ദ പ്രസൻസ് ഓഫ് നിക്കൽ എ പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് റിയാക്ഷൻ ടേക്സ് പ്ലേസ്. നമ്മൾ പറഞ്ഞ ആ സ്ട്രക്ചർ മാത്രം ഒന്ന് പറഞ്ഞാലും ശരിയാണ്, യാതൊരു കുഴപ്പമില്ല. പറഞ്ഞ ആ സ്ട്രക്ചർ ചെറിയൊരു വ്യത്യാസമുണ്ട്. യു കെൻ സീ ദാറ്റ് this is CH3 മറ്റെല്ലാം കറക്റ്റ് ആയിരുന്നു, ചെറിയ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. നിക്കൽ is placed here. ഇവിടെ ഉള്ളത് ഇതായിരുന്നു വരച്ചത്. ഞാനിവിടെ അറിയാണ്ട് വാട്ടർ ഇങ്ങനെയൊക്കെ വരച്ചിരുന്നു. ഇവിടെ ഒന്നും ഇതൊന്നും ഇല്ലാത്തതാണ്, അതാ തെറ്റിപ്പോയി എന്ന് പറഞ്ഞത്. ഇവിടെ ഒന്നും ഇല്ലായിരുന്നു. ഇവിടെ ആകെയുള്ളത് the reaction is taking place in the presence of nickel bromide. നിങ്ങൾ പറഞ്ഞു ഓർമ്മിക്കുമ്പോൾ ഈ തയോൾ SH എന്ന് പറഞ്ഞ സാധനം നമ്മുടെ നിക്കലിന്റെ ആബ്സെൻസിൽ റിയാക്ട് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ പ്രൊഡ്യൂസ് എ പോളിമർ ബൈ ദ റിയാക്ഷൻ ഓഫ് SH ഗ്രൂപ്പ് ആൻഡ് CH2Br. SH ഗ്രൂപ്പും Br കൂടി ചേർന്ന് HBr പോയിട്ട് ഒരു ബോണ്ട് ഫോം ചെയ്യും. ഇതിന്റെ ഏറ്റത്തിലുള്ളത് ഈ മോളിക്കൂൾ റിയാക്ട് ചെയ്യുന്ന പകരം അടുത്ത മോളിക്കൂൾ റിയാക്ട് ചെയ്ത് അങ്ങനെ പോളിമർ ഉണ്ടാകുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് പകരം if this reaction is carried out in the presence of nickel bromide, it is seen that this product is formed. That is both the third group of the molecule combined with the CH2Br group of the same molecule, so that 1:1 reaction takes place. മറ്റേ കേസിലെ പോളിമറൈസേഷൻ നടക്കുന്നത്. ഇവിടെ എന്താണ് ഇവിടെ നടക്കുന്ന സിമ്പിൾ രണ്ട് മോളിക്യൂൾ തമ്മിലുള്ള അഡീഷൻ മാത്രമാണ്. We get a cyclic compound in the presence of nickel, and this is only because the nickel coordinate with these two sulfurs producing the bringing the sulfur atoms or thiol groups very close together, so that they can react simultaneously with the CH2Br group at the ortho portion of the two ortho portion of this benzene ring. ഇവിടെയുള്ള CH2Br റിയാക്ട് ചെയ്തിട്ടാണ് ഈ പ്രോഡക്റ്റ് ഉണ്ടാവുന്നത്. പറയുന്നത് ക്ലിയർ എന്നാൽ പറഞ്ഞതിന്റെ ബാക്കിയാണ്, ശ്രദ്ധിക്കാം. ഓക്കെ, ഇതിൽ വരച്ചപ്പള്ളിയുടെ ചെറിയ അർത്ഥം പറ്റിയാണ്. ഇവിടെ വാട്ടർ എന്നൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നു, വാട്ടർ ഒന്നുമില്ല. ഇങ്ങനെയാണ് ഇതിന്റെ സംഭവം സ്ട്രക്ചർ വരുന്നത്. This is a final structure formed. It is this thiol reacting with this oil pair. പേരൊക്കെ പറയാൻ പറഞ്ഞ ബുദ്ധിമുട്ടായിരിക്കും. ഇതിന് പേരൊക്കെ ഉണ്ട്. ഇതിന്റെ പേര് ഒരേ സാർവതിയിൽ ഇത്ര മോളിക്കൂൾ ഉണ്ടായാലും CH നമ്മൾ എക്സാമ്പിൾ ഇതായിരുന്നു CH2Br. ഇതിന്റെ പേര് പല വിധത്തിൽ പറയാം. ഒന്നുകിൽ this can consider as a derivative of benzyl bromide. ഒരു CH2Br ഗ്രൂപ്പ് മാത്രമേ ഉള്ളെങ്കിൽ ഇതിന്റെ പേര് ബെൻസൈൽ ബ്രോമൈഡ് എന്നാണ്. അതിന്റെ കൂടെ ഇവിടെ എന്താണ് ഒരു ബ്രോമോമീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. വേണമെങ്കിൽ ഇതിന്റെ പേര് ഓർത്തോ ഇങ്ങനെ പേര് പറയേ. പറഞ്ഞു വന്നപ്പോൾ പറഞ്ഞത് മാത്രമേ ഉള്ളൂ, മനസ്സിലായില്ല. This can be called ortho bromomethyl benzyl bromide. This is benzyl bromide. This is a bromomethyl group at the ortho, but it can be called ortho bromomethyl benzyl bromide. ഈ മോളിക്യൂളും നമ്മൾ നേരത്തെയുള്ള തയോൾ നേരത്തെ നീട്ടിയ ഈ മോളിക്യൂൾ ഒന്നിൽ പറയാണ് CH2 CH3 CL. CH3 again CCH3 again N CH2 CH2S X. ഇതാണ് നമ്മുടെ തയോൾ. ഈ തയോളും
ഈ ബ്രോമൈഡും തമ്മിലാണ് റിയാക്ട് ചെയ്യുന്നത്. റിയാക്ട് ചെയ്യുമ്പോൾ ഈ ഒരറ്റത്തുള്ള ബ്രോമൈഡ് റിയാക്ട് ചെയ്യുമ്പോൾ മറ്റേ അറ്റത്തുള്ള എസ്എച്ച് അതിൻ്റെ അപ്പുറത്തുള്ള വേറെ മോളിക്യൂൾ റിയാക്ട് ചെയ്ത് പോളിമർ ഉണ്ടാവും. ഈ മോളിക്യൂള് ഇങ്ങനെ എന്താണ് അതിന്റെ ഓറിയന്റേഷൻ കംപ്ലീറ്റ് തിരിഞ്ഞ് കോർഡിനേറ്റ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ രണ്ട് എസ്എച്ചിലെ HM കോർഡിനേറ്റ് ചെയ്യുമ്പോൾ എസും എസും വളരെ അടുത്ത് വരും ബൈ കോർഡിനേഷൻ വിത്ത് നിക്കൽ. അപ്പോഴാണ് നമ്മൾ എന്ത് പറഞ്ഞത്, നിക്കൽ ഈസ് ആക്ടിങ് എസ് എ ടെംപ്ലേറ്റ്. ക്ലിയർ? എന്നാൽ പറഞ്ഞ് ഒന്ന് കംപ്ലീറ്റ് ആക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ആ സർക്കിൾ വരച്ചത് ബുക്കിൽ നിങ്ങൾ നോട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഇങ്ങനെയാണ് വരക്കേണ്ടത്. ഇതുപോലത്തെ കുറെ ഒരുപാട് എക്സാമ്പിൾസ് പല ബുക്കിലായിട്ട് കാണാൻ പറ്റും ടെംപ്ലേറ്റ് ഇഫക്റ്റിൻ്റെത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്തായാലും പറഞ്ഞതുകൊണ്ട് പറയാണ്, we'll give one more example, that is the reaction of a orthoaminobenzaldehyde. You can see that a orthoaminobenzaldehyde react in the presence of a nickel nitrate. നമ്മൾ എന്താ പറഞ്ഞു, the reaction between an aldehyde group and an amino group produces a Schiff base, and we can see that you can think of a reaction between one molecule of a orthoaminobenzaldehyde with another molecule of a orthoaminobenzaldehyde. This is one molecule of orthoaminobenzaldehyde, the other molecule of orthoaminobenzaldehyde, and we can see that these two react together. Whatever connects to but you can see that only one functional group react forming this product with the one free CHO and one NH2 here. ഇങ്ങനെ സാധാരണ റിയാക്ട് ചെയ്യുക. ഈ രണ്ട് ഒരേപോലത്തെ രണ്ട് മോളിക്യൂൾ ഓർത്തോഅമിനോബെൻസ് അങ്ങനെയാണ് റിയാക്ട് ചെയ്യേണ്ട സാധാരണ. ഇനിയിപ്പോൾ റിയാക്ട് ചെയ്ത് ഇങ്ങനെ റിയാക്ട് ചെയ്ത് എന്താ കിട്ടുക, NH-ഉം CH-ഉം കൂടെ റിയാക്ട് ചെയ്താൽ ഇങ്ങനെ കിട്ടിയിരിക്കും. അതല്ല പ്രോബ്ലം. If this is heated in the presence of a nickel nitrate, we can see that a complex is formed in which three molecules of a orthoaminobenzaldehyde condense together to forming a macrocyclic ligand. ഈ മോളിക്യൂളും നിക്കൽ നൈട്രേറ്റും കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രോഡക്റ്റ്, ഓഫ് കോഴ്സ് ഇറ്റ് ഇസ് എ നിക്കൽ കോംപ്ലക്സ് ഓഫ് എ not a simple Schiff base, but it's actually a trimer of this one. മൂന്ന് മോളിക്യൂൾ റിയാക്ട് ചെയ്യും. മൂന്ന് മോളിക്യൂൾ റിയാക്ട് ചെയ്യുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് സ്ട്രക്ചർ ആയി വരും അതിന്റെ. You can see that ഇതാണ് ഓർത്തോഅമിനോബെൻസാൽഡിഹൈഡ്. ഓക്കെ, ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓർത്തോഅമിനോബെൻസാൽഡിഹൈഡ് ഇത് നിക്കൽ നൈട്രേറ്റ് പ്രസൻസിൽ റിയാക്ട് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ മൂന്ന് മോളിക്യൂൾസ് കണ്ടൻസ് ചെയ്യും. ആൻഡ് വി കൻ സീ ദാറ്റ് ദ പ്രോഡക്റ്റ് ഫോംഡ് ഈസ്, ഇപ്പോൾ കണ്ടൻസ് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക, ആൽഡിഹൈഡ് ഗ്രൂപ്പും അടുത്ത മോളിക്യൂളിന്റെ അമിനോ ഗ്രൂപ്പ് റിയാക്ട് ചെയ്യുക വിത്ത് എലിമിനേഷൻ ഓഫ് ഇതും തമ്മിലല്ല, ഇതിന്റെ ആൽഡിഹൈഡ് ഗ്രൂപ്പ് അടുത്ത മോളിക്യൂളിന്റെ അമിനോ ഗ്രൂപ്പ് റിയാക്ട് എലിമിനേഷൻ ഓഫ് വൺ മോളിക്യൂൾ ഓഫ് വാട്ടർ. You can see that ഇതാണ് അടുത്ത മോളിക്യൂൾ ആൾഡിഹൈഡ്. മനസ്സിലാ, ഓർത്തോ അമിനോ ഗ്രൂപ്പിന്റെ ഇവിടെയുള്ള ഓക്സിജനും ഇവിടെയുള്ള H2 വാട്ടർ ആയിട്ട് എലിമിനേറ്റ് പോയി. അപ്പൊ ഇവിടെയുള്ള ഓക്സിജനും അപ്പുറത്തെ മോളിക്യൂളിലെ എലിമിനേറ്റ് ഇവിടെ നൈട്രജൻ വരും. Okay, and you can see that it is part of a like this. You can see ഇവിടെ കൃത്യമായിട്ട് മനസ്സിലായിട്ട് ഇതിപ്പോ എന്താണ്, മൂന്ന് മോളിക്യൂൾസ് ഓഫ് ഓർത്തോഅമിനോബെൻസാൽഡിഹൈഡ് ഉണ്ട്. ഒരു മോളിക്യൂളിലൂടെ കാണാം നമുക്ക്.
ഇതൊരു മോളിക്യൂളാണ്. ഇതിന്റെ അടുത്ത മോളിക്യൂൾ മുതൽ അടുത്ത ഇതുവരെ അടുത്ത മോളിക്യൂള് ഇതുവരെ. ഇതിലുള്ള ആൽഡിഹൈഡിലെ ഓവും അമിനോ ഗ്രൂപ്പിൽ H2 കൂടി വാട്ടർ ആയിട്ട് പോയി. ഇവിടെയുള്ള ആൽഡിഹൈഡ് ഉള്ളതാ CHO എന്ന് വരുന്നതും NH2 എന്ന് വരുന്നത്. ഇവിടെ CHO എന്ന് പറയുന്നത് NH2 H2 കൂടി ഇതാ NH2 പ്ലസ് CHO ഇതാണ് റിയാക്ട് ചെയ്യുന്നത്. ഇതെന്താവാ N ഡബിൾ ബോണ്ട് CH അങ്ങനെ ഉണ്ടാവും. ദിസ് ഈസ് കോൾഡ് ദി azomethyl linkage. Azomethyl linkage and such compounds are called നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഷിഫ് ബേസസ്. ഷിഫ് രീതിയിലായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. ഷിഫ് ബേസസ്. ഓക്കെ, അപ്പൊ ഇതെന്താ ഉണ്ടാകുന്നത്? ഇത് മാറ്റിയാണ് ഇങ്ങനത്തെ കോമ്പൗണ്ട് എല്ലാം ഉണ്ടാവുക ഇതിന്റെ നിക്കൽ കോംപ്ലക്സ് ആണ് ഉണ്ടാകുന്നത്. സോ ദിസ് കോമ്പൗണ്ട് വിൽ നോട്ട് ബി ഫോംഡ് by the simple condensation between 3 molecules of a orthoamino benzaldehyde. ഇങ്ങനത്തെ 3 molecule condensate ഒരിക്കലും ഇങ്ങനത്തെ കോമ്പൗണ്ട് ഉണ്ടാവില്ല. But for the presence of a nickel ion and in the presence of nickel nitrate we can see that as nickel. ഈ നിക്കൽ atom ഇവിടെ വരും. You can see that a coordination takes place like this. ഈ നൈട്രജൻ കോർഡിനേറ്റ് ചെയ്യും. ഇതിന്റെ കൂട്ടത്തിൽ അത് ഇന്നലെ മാറി വരുത്തിയ കുഴപ്പമില്ല. ഇവിടെ അത് ഒരു വാട്ടർ ഉണ്ട്, ഇവിടെ ഒരു വാട്ടർ ഉണ്ട്, ഇവിടെ ഒരു നൈട്രോ ഗ്രൂപ്പ് ഉണ്ട്. നിക്കൽ നൈട്രേറ്റ് ഒരു നൈട്രോ ഗ്രൂപ്പ് ഇവിടെ ഉണ്ടാവും. നൈട്രേറ്റ് അയോൺ ആണ്. ഒരു വാട്ടർ ഇവിടെ, ഒരു വാട്ടർ ഇവിടെ. And we can see that this is the structure of the complex formed by the reaction of a orthoamino benzaldehyde with nickel nitrate. And you can see that 3 molecules of orthoamino benzaldehyde condense together so that the aldehyde group of one molecule react with the amino group of second one. The aldehyde group of second one react with the amino group of third one, and that aldehyde group react with the amino group of the first one. See, aldehyde group of first one reacting with the amino group of the second one, aldehyde group of second molecule react with the amino group of third molecule, and aldehyde group of the third molecule react with the amino group of not the fourth one, first one. So that a cyclic compound is formed. And this is actually a macrocycle. You can see that this is a macrocyclic ligand formed by condensation only due to the presence of nickel ion. Nickel ion is acting as a template on which these 3 molecules are reacting together because they are trying to coordinate with when these molecules try to coordinate with the nickel, as the aldehyde group and the amino group of adjacent molecules come together and they will react with the elimination of one molecule of water getting converted into the Schiff base. The were example orthoamino benzaldehyde in the presence of nickel structure. ഒന്ന് ആലോചിച്ച് വരക്കാൻ പറ്റും എളുപ്പത്തില്. മനസ്സിലായില്ലേ? ആദ്യം ഒരു മോളിക്യൂൾ വരയ്ക്കും. ശ്രദ്ധിക്കുക, ബെൻസാൾഡിഹൈഡ് നമ്മൾ വരയ്ക്കുന്നത് ബെൻസാൾഡിഹൈഡ് ഓർത്തോഅമിനോ ആണ്. നൈട്രജൻ ആണ് ഉണ്ടാവും. പിന്നെ CHO, ഇത് CHO ആണ്. ഈ O പോവും. കാരണം എന്താണ്? O പോയിട്ട് അടുത്ത മോളിക്യൂളിന്റെ അമിനോ ഗ്രൂപ്പിലെ നൈട്രജനാണ് വരുന്നത്. അതിന്റെ ഓർത്തോ കണ്ട് അതിന്റെ ഓർത്തോ പൊസിഷനിൽ അടുത്ത ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഉണ്ട്. അത് ഇപ്പോഴത്തെ മോളിക്യൂളിന്റെ അമിനോ ഗ്രൂപ്പ് റിയാക്ട് ചെയ്യും. അതിന്റെ ഓർത്തോ പൊസിഷനിൽ അടുത്ത ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഉണ്ട്. അത് ഫസ്റ്റ് മോളിക്യൂളിന്റെ അമിനോ ഗ്രൂപ്പായിട്ട് റിയാക്ട് ചെയ്യും. മനസ്സിലായില്ലേ? And a macrocyclic ligand is formed by this reaction with the nickel atom occupying the center. And again we can say that it is not easy to remove. Demetalize എന്ന് പറയാം. മെറ്റൽ അയോൺ ഒഴിവാക്കി ഇതിനൊരു ഫ്രീ മോളിക്യൂൾ ആക്കി എടുക്കുക എന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈ കേസിലൊക്കെ പല കേസിലും ബുദ്ധിമുട്ടാണ്. അതാണ് നമ്മൾ ശരിക്കും പറഞ്ഞ ടെമ്പറേറ്റ് സിന്തസിസ് കൊണ്ട് കോംപ്ലക്സ് ഉണ്ടാവും. ആ ഫ്രീ ആയിട്ടുള്ള മോളിക്യൂൾ ലിഗാൻഡ് ഉണ്ടാക്കാൻ കുറച്ച് പാടാണ്. അത് നടക്കുന്നത് പലപ്പോഴും മറ്റേ നമ്മൾ ഇന്നലെ പറഞ്ഞ ഇതിന്റെ കേസിൽ ക്രൗൺ ഈതേഴ്സിന്റെ കേസിൽ ആ മെറ്റൽ അയോൺ ഒഴിവാക്കാൻ എളുപ്പമാണ്. സോ ദാറ്റ് യു ക്യാൻ സിന്തസൈസ് ക്രൗൺ ഈതേഴ്സ്. നമ്മളിത് പറഞ്ഞു പൊട്ടാസ്യം ടെമ്പറേറ്റ് ആക്കിക്കൊണ്ട് 18 ക്രൗൺ സൈസ് ഉണ്ടാക്കുന്ന വിധം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഒരു പ്രത്യേക ഡൈ കാലൈഡും ഡൈ ആൽക്കഹോളും റിയേഷൻ നമ്മൾ കണ്ടില്ലേ? അതിൽ നമുക്ക് പൊട്ടാസ്യം വേണം ഒഴിവാക്കി എടുക്കാൻ പറ്റും. ഇവിടെ ചില കേസിലൊക്കെ ഒഴിവാക്കാൻ പറ്റും, ചില കേസിൽ ഒഴിവാക്കാൻ പറ്റില്ല. മനസ്സിലായി? ഈ കേസിലൊന്നും ഒഴിവാക്കാൻ അത്ര എളുപ്പമല്ല. ഒഴിവാക്കണം എന്താ ചെയ്യേണ്ടി? ഇപ്പം നല്ലോണം ചൂടാക്കുകയാണെന്ന് ചെയ്ത് അത് ബ്രേക്ക് ചെയ്ത് പോവുകയുള്ളൂ. അല്ലാണ്ട് ഈ മെറ്റലിനെ മാത്രം ഒഴിവാക്കി നമുക്ക് ഫ്രീ ആയ ഈ പറഞ്ഞ ഈ സാധനത്തിൽ ഉണ്ടാക്കാൻ ലേശം ബുദ്ധിമുട്ടാണ്. ഇങ്ങനത്തെ മോളിക്യൂള്
Of course, ഇതാണ് ഇപ്പോൾ നമ്മുടെ macrocyclic ligand. പക്ഷേ that is formed in the form of a complex, not as the free macrocyclic ligand. Anyway, understand what is meant by template reaction. Okay. പക്ഷേ ഇത്രയൊന്നും പറയേണ്ട ആവശ്യമില്ല, കുറച്ച് കൂടുതലാണ്. എന്താണെന്ന് മനസ്സിലാക്കുക. ടെംപ്ലേറ്റ് ഏറ്റവും എളുപ്പമുള്ള വരക്കാൻ ഇതിനേക്കാളും ഏറ്റവും സുഖം ക്രൗൺ ചെയ്തസിനെ വരക്കുന്നതാണ്. വളരെ എളുപ്പത്തിൽ മനസ്സിലാവും. The reaction between the two molecules in the presence of potential കണ്ട reaction. അത് വളരെ എളുപ്പമാണ്. അപ്പോൾ അത് ടെംപ്ലേറ്റ് ഇഫക്റ്റ് കഴിഞ്ഞ് ഇനി ചാപ്റ്ററിൽ 1-2 കാര്യങ്ങൾ കൂടി ചെറിയൊരു പോയിന്റ്സ് ബാക്കിൻ്റെ ഒരെണ്ണം സ്റ്റെബിലൈസേഷൻ ഓഫ് unusual oxidation states. Stabilization of unusual oxidation states by complexation എന്നുള്ള വാക്കുണ്ട്. ആ സെന്റൻസ് തന്നെ ചെറിയൊരു കാര്യം സ്റ്റെബിലൈസേഷൻ ഓഫ് അൺയൂഷ്വൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് അൺയൂഷ്വൽ ഓർ അൺസ്റ്റേബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് സാറിന് ഇതിൽ അക്വസ് മീഡിയത്തിലെ അൺസ്റ്റേബിളായ പല ഓക്സിഡേഷൻ മെറ്റൽ അയോൺസിൻ്റെ ഓഫ്കോഴ്സ് പറയേണ്ട ആവശ്യമില്ല ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് മെറ്റൽ അയോൺസ് ബിക്കോസ് കോംപ്ലക്സേഷൻ ഈസ് ആക്ച്വലി ഫോർ മെറ്റൽ അയോൺ ആണ് കോംപ്ലക്സ് ഈ മെറ്റൽ അയോൺസിന് സാധാരണ നോർമൽ കേസിലെ അൺസ്റ്റേബിളായത് അൺയൂഷ്വലായ ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ ചില ലിഗൻഡുമായിട്ട് കോംപ്ലക്സ് ചെയ്യുമ്പോൾ അത് സ്റ്റേബിളായി വരുന്നു. അതിനാണ് നമ്മൾ ഈ പറഞ്ഞ സെന്റൻസ് ഫ്രേസ് ഉപയോഗിക്കുന്നത് അൺസ്റ്റെബിലൈസേഷൻ ഓഫ് അൺയൂഷ്വൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഫോർ എക്സാമ്പിൾ ടേക്ക് ദി കേസ് ഓഫ് സേ നമ്മളിപ്പോൾ അയൺ എന്ന് പറയും. അയണിന്റെ സാധാരണ ഓക്സിഡേഷൻ എത്രയാണ്? +2 ഉണ്ട്, +3 ഉണ്ട്. അതിൽ തന്നെ +2 നമുക്കറിയാം ഫെറസൾഫേറ്റ് സൊല്യൂഷൻ ഓഫ് ഫെറസൾഫേറ്റ് നമുക്ക് ലാബ് കാണുന്നതാണ്. ഫെറസൾഫേറ്റിന്റെ കുപ്പി തുറന്നു കഴിഞ്ഞാൽ അത് ബ്രൗൺ ആയിട്ടുണ്ടാവും. കുറച്ച് ഫെറസൾഫേറ്റിന്റെ കളർ നല്ല പെയിൽ ഗ്രീൻ കളറാണ്, നല്ല ഷൈനിങ് പെയിൽ ഗ്രീൻ കളറാണ്. അത് ബ്രൗൺ കളർ ഉണ്ടാവും. ഇത് ബ്രൗൺ ആകുന്നത് എന്തുകൊണ്ടാണ്? ബിക്കോസ് ഓഫ് ദി അറ്റ്മോസ്ഫിയറിക് ഓക്സിഡേഷൻ ഓഫ് അയൺ 2 into അയൺ 3. കുറച്ച് അയൺ 3 ആയി പോകുമ്പോഴാണ് അതിന്റെ കളർ മാറുന്നത്. See, iron 2 is actually unstable relative to iron 3. It is easily oxidable to iron 3. പക്ഷേ സാറിന് അതിൽ കോംപ്ലക്സ് സൊല്യൂഷൻ അയൺ 2ന്റെ കോംപ്ലക്സ് അയൺ 3 കോംപ്ലക്സ് ഉണ്ട്, അയൺ 4ന്റെ കോംപ്ലക്സ് ഉണ്ട്, അയൺ 6ന്റെ കോംപ്ലക്സ് ഉണ്ട്. സാറിന് ഇതിൽ കോംപ്ലക്സ് അല്ല സാറിന് ഗതിയിൽ എക്സിസ്റ്റ് ചെയ്യാൻ സാധ്യതയില്ലാത്തതാണ്. ഇത് സാറിന് ഇതിൽ നോർമൽ സ്റ്റേബിൾ ഓക്സിജൻ സ്റ്റേറ്റ് ആണ്, ഇതൊരു അൺസ്റ്റേബിൾ ഓക്സിജൻ സ്റ്റേറ്റ് ആണ്. പക്ഷേങ്കിൽ ഇതും ഒക്കെ ഓരോ ചില പ്രത്യേക കേസ് വരുമ്പോൾ ചില പ്രത്യേക ലിഗൻഡുമായിട്ട് കോർഡിനേറ്റ് ചെയ്യുമ്പോൾ സ്റ്റേബിൾ ആയിട്ട് വരും. അതാണ് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം. ഇതും വരുന്ന എക്സാമ്പിൾ ആയിട്ട് വരും. അതിന് മുമ്പേ can see that the most simple one is the cobalt. You see that the common oxidation state of cobalt is cobalt 2, and of course you have cobalt 3+. It is very difficult to oxidize cobalt 2 into cobalt 3 in normal conditions. And if at all cobalt 3 is present in aqueous medium, we can see that it is acting as a very strong oxidizing agent. Why cobalt 3 so same? The term that cobalt 3+ acts as an oxidizing agent means that cobalt 3+ is unstable and it will try to get reduced into cobalt 2. Cobalt 3 is acting as an oxidizing agent means it will by itself get reduced into cobalt 2+. Cobalt 3 oxidizing agent, it is acting as a electron acceptor. That means cobalt 3 is converted into cobalt 2. Aqueous medium, you can say that cobalt 3 can oxidize chloride into chlorine. See? See, cobalt 3 is converted into cobalt 2 in this reaction. Chloride is oxidized into cobalt 3 is reduced into cobalt 2. Chloride is oxidized into chlorine. സാറിന് അക്വസ് മീഡിയത്തിൽ ക്ലോറൈഡിനെയും തയോസൾഫേറ്റിനൊക്കെ ഓക്സിഡൈസ് ചെയ്യുന്ന ഒരു ഓക്സിഡൈസിങ് ഏജന്റ് ആണ് cobalt 3. ഓക്സിഡൈസിങ് എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? അത് സ്റ്റേബിൾ അല്ല, അത് സ്റ്റേബിൾ ആകാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? ട്രൈ ടു ഗെറ്റ് റെഡ്യൂസ്ഡ് ഇൻടു cobalt 2. ഇനി അക്വസ് മീഡിയത്തിൽ ഒരു സാധനം ഓക്സിഡൈസ് ചെയ്യാൻ ഇല്ലാതെ വെച്ചോ can see that it slowly oxidizes the medium itself. cobalt 3 അക്വസ് മീഡിയത്തിൽ ഉണ്ടെങ്കിൽ വേറെ ഓക്സിഡൈസബിൾ സ്പീഷീസ് ഒന്നും അതിലില്ലെങ്കിൽ it will oxidize to water into
വാട്ടറിൽ തന്നെ ഓക്സിഡൈസ് ചെയ്യും. ഇതെന്താ കാണിക്കുന്നത്? cobalt 3 is highly unstable. It is a good oxidizing agent. It oxidizes as chloride into chlorine or thiosulfate into sulfate, or you can say if no oxidizable species is present in the aqueous medium, it will oxidize the solvent itself, that is water itself. Water is slowly oxidized into oxygen by cobalt 3. അപ്പോൾ cobalt 3 വളരെ അൺസ്റ്റേബിൾ ആയതുകൊണ്ട് തന്നെയാണ് റിയാക്റ്റീവ് ആയിരിക്കുന്നത്. സ്റ്റേബിൾ ആകുമ്പോൾ റിയാക്ടിവിറ്റി കുറയും. മനസ്സിലായില്ലേ? എന്താ അതിന്റെ സ്റ്റെബിലിറ്റി കാരണം, ഇൻസ്റ്റെബിലിറ്റി കാരണം? ബിക്കോസ് ഇറ്റ് ട്രൈ ടു ഗെറ്റ് കൺവേർട്ടഡ് ഇൻ ടു cobalt 2+, which is more stable. അപ്പോൾ aqueous medium cobalt 2+ ആണ് കൂടുതൽ സ്റ്റേബിൾ, cobalt 3+ സ്റ്റേബിൾ അല്ല. cobalt 2+ will not act as a reducing agent. cobalt 2+ reducing agent ആക്ട് എന്ത് വേണം? cobalt 2+ should get oxidized into cobalt 3+. ഇവിടെ തിരിച്ചാണ്. cobalt 3+ is acting as a oxidizing agent. cobalt 2+ is not acting as a reducing agent. cobalt 2 സേഫ് ആണ്. അത് cobalt 3 അപേക്ഷിച്ചിട്ട് കൂടുതൽ അൺസ്റ്റേബിൾ ആണ്. എന്ത് സംഭവിക്കണം? cobalt 2 എന്തെങ്കിലും സാധനത്തിനാ റെഡ്യൂസ് ചെയ്തിട്ട് cobalt 2 സ്വയം ഓക്സിഡൈസ് ചെയ്യപ്പെട്ട് cobalt 3 ആവണം. അതാവുന്നില്ല. നേരെ പറഞ്ഞ് cobalt 3 സ്വയം റെഡ്യൂസ് ചെയ്യപ്പെട്ട് അതൊരു ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് വർക്ക് ചെയ്ത് ക്ലോറൈഡിനെയോ അല്ലെങ്കിൽ വാട്ടറിനെ തന്നെയോ ഓക്സിഡൈസ് ചെയ്യുന്നു. അത്രയും അൺസ്റ്റേബിൾ ആണ്. cobalt 3 കമ്പയർ ചെയ്താൽ cobalt 3 is unstable. ഇതേ cobalt 3 ഇവിടെ if it is coordinated to some ligand like ethylene diamine, you can see that now it is converted into ethylene diamine is a bad-ended ligand and 3 ligands are sufficient for cis coordination number. ഇത് coordination number 6 ആണ്. You can see that it is a very stable complex. cobalt 3 is very stable, and you can see that cobalt 2 also cobalt 2 also forms a similar complex, trisethylene diamine cobalt 2. This is trisethylene diamine cobalt 3. Here we can see that this is stable, highly stable. It will not act as a reducing agent, oxidizing agent. The same time you can say sometimes this will act as a reducing agent. The reducing agent act in the case it will reduce something and it will get oxidized into cobalt. അപ്പോൾ എന്താണ് ഇവിടെ ആർക്കാ കൂടുതൽ സ്റ്റെബിലിറ്റി വരുന്നത്? cobalt 3 കാണ് സ്റ്റെബിലിറ്റി വരുന്നത്. മനസ്സിലായില്ലേ? on conversation with ethylene diamine cobalt 3 becomes more stable than cobalt 2+. The unstable oxidation state cobalt 3 becomes stable on coordination with ethylene diamine. ഒരു എക്സാമ്പിൾ എടുക്കുന്നേ ഉള്ളൂ. ഒന്നും വേണ്ട. സാധാരണഗതിയിലുള്ള CO NH3 6 times ഇതും വളരെ സ്റ്റേബിൾ ആണ്. 3+ ആണ്, 2+ ആണ്. 3+. cobalt 3 hexamine cobalt 3 is a very stable ion. It can exist in water, no problem. It will not oxidize water. ഇത് വെള്ളത്തിൽ ഓക്സിഡൈസ് ചെയ്യുന്നില്ല. ഇത് വെള്ളത്തിൽ ഓക്സിഡൈസ് ചെയ്യുന്നില്ല. COH2O 6 times വെള്ളത്തിൽ നമുക്ക് വേറെ ലിഗൻഡ് ഒന്നും ഇല്ലെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? COH2O 6 times 3+. This ion will oxidize the water into oxygen. This ion will not oxidize. This ion will not oxidize. So on conversation with this ethylene diamine or ammonia or cyanide COCN6 3-, ഈ കേസിലൊക്കെ കാണുന്നത് എന്താണ്? cobalt 3 complex is a very stable. It will not act as a oxidizing agent. And in the absence of such ligands like cyanide, ammonia or ethylene diamine, if no other ligand other than water is formed, water ligand ആണ്. water aqueous complex വളരെ unstable ആണ്. In aqueous medium cobalt 3 is very unstable. It will act as an oxidizing agent, and if chloride ion is present it will be oxidized into chlorine. If no other species which is oxidizable or no other reducing agent is available in the medium, it will react with the water itself, oxidizing water into oxygen. മനസ്സിലുണ്ടോ? നമുക്ക് എന്താ ചെറുതായിട്ട് എന്താ ഇതിന്റെ കാരണം നോക്കാം. ഇതിന്റെ കാരണം ശരിക്കും പറഞ്ഞാൽ നമ്മള് ആദ്യം പറഞ്ഞ പോലെ നമ്മൾ ഈ ക്രിസ്റ്റൽ ഫീൽഡ് ടെമ്പറേച്ചർ എനർജിയും ഹൈ സ്പീഡ് ലോ സ്പീഡ് കോംപ്ലക്സ് ഒക്കെ പഠിച്ചതിന് ശേഷമാണ് ഇത് പഠിക്കേണ്ടിയിരുന്നത്. സിലബസ് ആദ്യം തന്നെ വന്നു പോയതേ ഉള്ളൂ. എന്നാലും പറയാം, നിങ്ങൾ നേരത്തെ പഠിച്ച കാര്യമാണ് അതൊക്കെ. You can see that ethylene diamine is somewhat a strong ligand. Ammonia ആയാലും cyanide ആയാലും ethylene diamine വാട്ടറിനെ അപേക്ഷിച്ച് strong ligands ആണ്. If you consider the aqueous complex of cobalt 2 and cobalt 3, we can see the aqueous complex of cobalt 2
വാട്ടർ ഒരു വീക്ക് ലിഗൻഡ് ആണ്. First I have represented a aqueous complex of cobalt 2. This is cobalt 3. We can see that a cobalt 2 is having 7 d electrons, or it is a d7 species. Cobalt in the cobalt in the electronic configuration d7s2 എന്നാണ്. And cobalt 2 plus will be de7 electrons 1 2 3 4 5 6 7. ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്യുക. We say it's a low spin complex. നിങ്ങൾ ഡിഗ്രി പഠിച്ചോർമ്മ ഇപ്പോൾ കൂടുതൽ വിശാലമായിട്ട് പഠിക്കും, എന്താണ് മനസ്സിലാവും. ലോ സ്പിൻ കോംപ്ലക്സ് കൊബാൾട്ട് 3 ആയാലും 1 2 3 4 5 6 ഉണ്ടാവും. കൊബാൾട്ട് 7 ഉണ്ടാവില്ല, കാരണം കൊബാൾട്ട് 3 ആണ്. ഇതിൽ 6 ഇലക്ട്രോൺ d6 ആണ്. You can see that both these complexes are low spin complexes with a crystal field stabilization energy is equal to എത്രയാണ് അറിയാമോ? ഇവിടുത്തെ ഓരോന്നിനും 0.4 ഡെൽറ്റ ഓ, ഇവിടുത്തെ ഓരോന്നിനും 0.6 ഡെൽറ്റ ഓ. ഇത് മൈനസ്, ഇത് പ്ലസ്, ഇതൊക്കെ ഡിഗ്രി പഠിച്ചിട്ടുണ്ട്. അപ്പൊ 3 into 0.4 ഡെൽറ്റ ഓ. 3 അല്ല, 2 5 മൈനസ് 2 ഡെൽറ്റ ഓ പ്ലസ് 1.2 ഡെൽറ്റ ഓ. ഇത് മൈനസ് ആണ്. 5 into 0.4 എന്ന് പറഞ്ഞാൽ 2 ആണ്. മൈനസ് 2 പ്ലസ് ഏകദേശം 0.8 ഡെൽറ്റ ഓ മൈനസ് ആണ് ഇതിന്റെ സി എഫ് ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി. ഇതിന്റെ അതിനേക്കാളും കുറച്ചുകൂടി കുറവായിരിക്കും, കാരണം ഇവിടെ ഒരു ഇലക്ട്രോൺ എണ്ണം കുറവാണ്. ഇവിടെ 2 3 4 ഉള്ളൂ. 4 into 0.4 ഡെൽറ്റ ഓ മൈനസ് ആണ്. പ്ലസ് 2 into 0.6 ഡെൽറ്റ ഓ. 4 16 12 കഴിഞ്ഞിട്ട് 0.4 ഡെൽറ്റ ഓ മൈനസ് 0.4 ഡെൽറ്റ ഓ മാത്രം. ഇത് മൈനസ് 0.8, ഇത് മൈനസ് 0.4. This if it complex with a ethylene diamine, we can see that ethylene diamine is a strong ligand, and this splitting, crystal field splitting is very large, and we can say the structure is something like this. ഈ ഗ്യാപ്പ് വളരെ കൂടുമ്പോൾ ഇലക്ട്രോൺസ് പരമാവധി ഈ താഴെ നിൽക്കുക 1 2 3 4 5 6 ഇങ്ങനെ. ഇവിടെ അങ്ങനോ 7 ഉണ്ടാവും, ഇവിടെ 6 1 7 ഇങ്ങനെയായിരിക്കും. അപ്പൊ ആദ്യത്തെ കേസിൽ ഇതിന്റെ ഇത് മൈനസ് 0.8 ഡെൽറ്റ ഓ, ഇത് എത്രയാണ് മൈനസ് 0.4 ഡെൽറ്റ ഓ. ഇത് വളരെ കുറവ്. 0.4 മൈനസ് ആവുന്നത് നല്ലത്, ബിക്കോസ് ഇറ്റ് ഈസ് ഗെയിൻ ഓഫ് എനർജി. മൈനസ് 0.8 ഇത് മൈനസ് 0.4 ഉള്ളൂ. സി എഫ് എസ് ഈസ് 0.4 ഡെൽറ്റ ഓ, ദിസ് ഈസ് 0.8 ഡെൽറ്റ ഓ. ഇത് കൂടുതൽ, ഇതിന് കുറവ്. അതല്ല പ്രശ്നം. ഇങ്ങനെ തിരിച്ചു വരുമ്പോൾ ഈ പറഞ്ഞ പോലെ നേരെ തിരിച്ച് എത്തിരി ഡയമൈൻ വരുമ്പോൾ ഗ്യാപ്പ് കൂടുകയും, ഈ ഗ്യാപ്പ് കൂടുമ്പോൾ ഇത് എത്ര ഉണ്ടാവും? 6 4 24 മൈനസ് 2.4 ഡെൽറ്റ ഓ പ്ലസ് ഒരെണ്ണേ ഉള്ളൂ 0.8 ഡെൽറ്റ ഓ, ദാറ്റ് ഈസ് മൈനസ് 1.6 ഡെൽറ്റ ഓ എന്നാണ് ഇതിന്റെ സി എഫ് എസ് വരിക. ഇൻ ദി പ്രസൻസ് ഓഫ് എ സ്ട്രോങ് ലിഗൻഡ് ലൈക്ക് എത്രയും ഡയമൈൻ. മാറ്റി വരച്ചിട്ടില്ല, ഇതുപോലെ മാറ്റി വരച്ചാൽ 6 താഴെയും 1 മേലെ വരിക. ഇതിനാ പറയുന്നത് ലോ സ്പിൻ പറയുന്നത്. നേരത്തെ ഹൈ സ്പിൻ കോംപ്ലക്സ് ആണ്, മനസ്സിലായില്ലേ? ഹൈ സ്പിൻ കോംപ്ലക്സ്, ഇത് ലോ സ്പിൻ കോംപ്ലക്സ്. ഇവിടെയോ ഇവിടെ 6 താഴെയാണ്, മേലെ ഒന്നുമില്ല. 6 into 0.4 ഡെൽറ്റ ഓ മൈനസ് ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 2.4 ഡെൽറ്റ ഓ എന്നാണ് എഴുതുക. നേരത്തെ വെറും മൈനസ് 0.4 ഡെൽറ്റ ഓ സി എഫ് എസ് ക്രിസ്റ്റൽ ഫീൽഡ്. അത് കൂടുതൽ നെഗറ്റീവ് ആണ്, കൂടുതൽ സ്റ്റേബിൾ ആണ്, മനസ്സിലാക്കുക. മൈനസ് 0.4 ഡെൽറ്റ ഓ ഇപ്പൊ ഇത്രയായി മൈനസ് 2.4 ഡെൽറ്റ. വളരെ കൂടുതലാണ് ഇതിന്റെ ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി. അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു? ബിക്കോസ് ഓഫ് ദി പ്രസൻസ് ഓഫ് ലിഗൻഡ്സ് ലൈക്ക് അമോണിയ, എത്തിലീൻ ഡയമൈൻ, സയനൈഡ് എക്സെട്ര വിത്ത് സ്ട്രോങ് ലിഗൻഡ്സ്. കൊബാൾട്ട് 3 ഫോംസ് ലോ സ്പിൻ കോംപ്ലക്സ്, മനസ്സിലായില്ലേ? കൊബാൾട്ട് 2 ലോ സ്പിൻ ആയാലും ഹൈ സ്പിൻ ആയാലും രണ്ടും ഇതിനപേക്ഷിച്ച് ഇവിടെ വ്യത്യാസം വളരെ കൂടുതൽ. ഇവിടെ വ്യത്യാസം ഇതിപ്പോ ലോ സ്പിൻ ആയാലും ഹൈ സ്പിൻ ആയാലും വ്യത്യാസം കുറവാണ്. ഇവിടെ 0.4 നേരെ 2.4 പോകുന്നത്. അതാണ് യഥാർത്ഥ കാരണം. So when
കൊബാൾട്ട് 3+